ഹായ് മക്കളെ, പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സാറേ പഠിച്ച് തുടങ്ങാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരുപാട് കുട്ടികൾ ആലോചിക്കുന്നത്. അതിൽ പെട്ടതാണ് നിങ്ങൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു +1. അതിൻ്റെ ആ വീഡിയോയിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നതായിരുന്നു. ഒരുപാട് കുട്ടികൾ സാറേ പഠിക്കണമെന്നുണ്ട്, പക്ഷേ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഹൗ ടു സ്റ്റാർട്ട്. ആൻഡ് ഇതിൽ നിങ്ങളോട് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ, ഒരുപാട് സ്വപ്നങ്ങളില്ലേ, അതാവണം ഇതാവണം എന്നൊക്കെ ആഗ്രഹമില്ലേ. ആൻഡ് എന്നാലോ നമുക്കതൊന്നും ചെയ്യാൻ മടിയുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് അതിന് പറയുന്ന പേരാണ് അംബീഷ്യസ് ബട്ട് ലേസി. അതായത് ലോകത്ത് ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുക ഈ ഒരു സാധനം. അതായത് നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ മടിയടിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ഓട്ടെ എന്നുള്ള രീതി. പക്ഷേ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ്, നമ്മൾ ലേസി ആണെങ്കിൽ എന്താ പറയുക, ലൈഫിൽ ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോൾ റിഗ്രറ്റ് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ 2 മണിക്കൂറാവും, 3 മണിക്കൂറും, 5 മണിക്കൂറും, 10 മണിക്കൂറും നമ്മൾ പഠിക്കും. +1 എക്സാം നമ്മൾ തകർക്കുക തന്നെ ചെയ്യും. സോ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താ, ആദ്യം തന്നെ ഞാൻ പറയാണ്, ഇത് നിങ്ങളുടെ റെഗുലർ വീഡിയോ അല്ല. അതായത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഞാൻ സാധാരണ എന്താ പറയുക, മക്കളെ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം, ഗെയിമാണ് പ്രധാന പ്രശ്നം, എന്താണ് അതാണ് ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ ഉള്ളത്. അതൊക്കെ സിംറ്റംസുകളാണ്. ദ കോർ പ്രോബ്ലം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഇല്ല. അതായത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴും ചില കുട്ടികളെന്ന് ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണല്ല സാറേ, വീഡിയോ കാണുമ്പോൾ 1 മണിക്കൂർ ഭയങ്കര ആവേശം ഉണ്ടാവും, പിന്നെ അത് അങ്ങോട്ട് പോകുന്നുള്ളതാണ്. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് എത്ര മണിക്കൂർ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും, എത്ര മണിക്കൂർ പഠിച്ചാൽ എന്തൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റും ലൈഫിൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതങ്ങ് മാഞ്ഞു പോവാണ് അല്ലേ, ആ ഫയർ അങ്ങ് മിസ്സാവല്ലേ. അതുണ്ടാക്കലാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം, ആദ്യത്തെ സൊല്യൂഷൻ. അതിന് നിങ്ങൾ ചെയ്യാൻ ഒരൊറ്റ വഴിയുള്ളൂ, റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾ എഴുതി വെക്കണം. എങ്ങനെയെന്നോ, അതായത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ആഗ്രഹമുണ്ട് ലൈഫിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, എഴുതി വെക്കാം. നിങ്ങൾക്ക് ഈ മാർച്ച് പരീക്ഷ കഴിയുമ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. 3 ക്വസ്റ്റ്യൻ ആട്ടോ. ഹൗ മച്ച് മാർക്കാണ്, എന്താ വേണ്ടത്, എത്ര മാർക്ക് മാർച്ചിൽ നിങ്ങൾക്ക് വേണം. ആ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം. ചിലപ്പോൾ ഇത്രയായിരിക്കും, എനിക്കൊരു 95% ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ NIT കയറും, അല്ലെ IIT കയറും, അല്ലെ ഗവൺമെൻറ് മെഡിക്കൽ കയറും, പിന്നെ ലൈഫ് സെറ്റ്. അതായിരിക്കും. അതേ സ്ഥാനത്ത് എനിക്ക് 75% നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇത് എഴുതി വെക്കാം. അല്ലെങ്കിൽ എനിക്ക് 95% ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ CUT ചെയ്യും, എന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കും, എന്താണെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് 2 ചോദ്യത്തിന് ആൻസറായി. 3ാമത്തെ ചോദ്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാധനം നിങ്ങൾക്ക് നേടാൻ ഇംഗ്ലീഷ് പോയി, നിങ്ങൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം എഫേർട്ട് എടുക്കാൻ റെഡിയാണ്. അതാണ് 3ാമത്തെ ചോദ്യം. ഇപ്പം തന്നെ എഴുതുക. അതായത് മാർച്ചിൽ എക്സാം നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം, ആ മാർക്ക് കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, 35 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മാറ്റം ഉണ്ടാവും. ആ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള 2 മാസം എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് എഴുതിയാൽ മാത്രമല്ല. അപ്പോൾ സാറേ ഇത് എഴുതിയിട്ടൊന്നും വലിയ കാര്യമില്ല, അത് നാളത്തേക്കും എഴുതിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ബെഡിലെ ഇതാണ് ഇങ്ങനെയാണ് നിങ്ങൾ കിടക്കുന്നത്, ആ ബെഡിൻ്റെ മുന്നിലുള്ള ചുമരുമല്ല അതങ്ങ് ഒട്ടിക്കണം. അതായത് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ആദ്യം കാണേണ്ടതായിരിക്കണം, സീരിയസ് ആയിട്ട് അതൊന്ന് വായിക്കണം. ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾക്കൊന്നും അതുണ്ടാവില്ല. ഇപ്പം ചമ്മലാണ്, അമ്മ കണ്ടാൽ മോശമാണ് എന്നൊക്കെ ഉണ്ട്, ബെഡിൻ്റെ അടിയിൽ നിങ്ങൾ വെച്ചോ, ഓക്കെ. പക്ഷെ കാണുന്ന മോശം അമ്മക്കൊക്കെ എന്താണ് ആവേശമായിരിക്കും, മോൻ എന്തോ മാറ്റം വരുന്നുണ്ടെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം എഴുതിയിട്ട് അതും വായിച്ചു കൊണ്ടാണ് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നെങ്കിൽ, നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ നിങ്ങളെ ഫോണും നോക്കിയിട്ട് ഇന്നലത്തെ കണ്ടിന്യൂസ് സ്ക്രോളിങ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമോ? ഇന്നലെ നിർത്തി വെച്ചെടുത്തുന്നുള്ള ചാറ്റും സ്ക്രോളും നമ്മൾ ഇന്ന് തുടങ്ങും? ഇല്ല. അതാണ് ഇതിൻ്റെ കാര്യം. എന്നുവെച്ചാൽ ആ ഫയർ എന്ത് ചെയ്യണം, അങ്ങോളം കീപ്പ് ചെയ്യാൻ. ഇതല്ലാതെ വേറൊരു വഴിയില്ല. എൻ്റെ ചുമര് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇതുപോലത്തെ എഴുത്തുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ വീഡിയോ ചെയ്യാനും ഇനി അങ്ങോട്ടുള്ള എന്ത് സാധനം ചെയ്യാനുള്ള എനിക്ക് പ്രചോദനമാവുന്ന കാര്യം. ഈ പറഞ്ഞ പോയിൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോ വീഡിയോക്കും കിട്ടുന്ന കൂടുതൽ വ്യൂവും
കൂടുതൽ എന്താ പറയുക കമൻറ്റുകളൊക്കെ ചിലപ്പം നമ്മൾ റിവ്യൂവിന് വേണ്ടി ആയിരിക്കും ഇത് ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്ക് ഒരു തരത്തിലുള്ള എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് എന്താ, റൈറ്റ് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇതിന് ഒരു അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് തുടങ്ങാൻ പറ്റാത്ത പ്രശ്നമല്ലേ. തുടങ്ങാൻ പറ്റാത്തതിന് ഫിസിക്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, എ മോഷൻ വിച്ച് കണ്ടിന്യൂ എ ബോഡി വിച്ച് continue to be at the state of rest will always be in the state of rest until and unless an external force is applied to it. ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇനേഷ്യ. ശരിക്കും നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നിങ്ങളുടെ ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ, ആ ലേസിയിൽ ഇങ്ങനെ പോവാണ്, നമുക്ക് മാറാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മൾ ആ സ്മോൾ സ്റ്റേറ്റിലാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ. ആ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കേസിൽ 2 പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിനെന്താ വലിയ എന്തോ സംഭവമായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താ, അതായത് ഇങ്ങനെ കരുതിയാൽ മതി, നിങ്ങൾക്ക് ഒരു 10 നില ബിൽഡിംഗ് ആണ് ക്ലൈംബ് ചെയ്യാനുള്ളത്. നിങ്ങളിങ്ങനെ നോക്കിയിട്ട് 10 നില ബിൽഡിംഗ് ആണ് ക്ലൈംബ് ചെയ്യാനുള്ളത് എന്ന് കരുതിയാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാവില്ല, ഇത് നടന്ന് കയറാൻ തന്നെ തോന്നൂലല്ലേ. അതേ സ്ഥാനത്ത് എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ കരുതി കഴിഞ്ഞാലോ, വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട്, മെല്ലെ മെല്ലെ നമ്മൾ അവിടെ കയറി. അതാണ് ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബ്രേക്ക് ദ ടാസ്ക് എന്ത് ചെയ്യുക, സ്മോളർ ചങ്കായിട്ട് മാറ്റുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാനുണ്ടാവുക ഫിസിക്സിലെ ഒരു പാഠം പഠിക്കലായിരിക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാമെന്ന് കരുതിയിട്ട് കുഞ്ഞു അതായത് ഇന്ന് 3 ടോപ്പിക്കായിട്ട് പഠിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഭയങ്കരമായിട്ട് ഈസിയായി മാറും. അതായത് ഇതൊക്കെ എന്നോട് മറന്നു, ആരാ പറഞ്ഞതെന്നുള്ളത് എന്നോട് മറന്നു. നിങ്ങളൊരു മലയല്ല കയറാൻ പോകുന്നത്, നിങ്ങൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതല്ല. ആ സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് കുഞ്ഞു സാധനങ്ങളാക്കി ചെയ്യാം. വലിയ ഞാനിന്ന് ഫിസിക്സ് ഫുൾ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന വിചാരിച്ചാൽ നിങ്ങൾ തുടങ്ങിയല്ല എൻ്റെ അമ്മേ. ആ സ്ഥാനത്ത് ഫിസിക്സിൽ എന്താ ആ ചാപ്റ്ററിൽ ഈ ടോപ്പിക് ഒന്ന് പഠിക്കാൻ പോകും ആണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ദ 2 minutes റൂൾ. ഈ പേരിൽ ഒരു ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ചെയ്യാൻ വിചാരിച്ചാൽ എന്ത് കാര്യം 2 മിനിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, 2 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യാം, 2 മിനിറ്റ് പഠിക്കുമെന്ന് വിചാരിച്ച് അതിനുള്ള സാധനം ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ആലോചിച്ച് 2 മിനിറ്റ് 25 മിനിറ്റും 50 മിനിറ്റും 1 മണിക്കൂറൊക്കെ ആവും. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതായത് ഇത് സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എക്സസൈസ് റൺ ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട സാധനമാണിത്. അത് 2 കിലോമീറ്റർ ഓടണമെന്ന് വിചാരിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇറങ്ങിയല്ല. ഞാൻ 2 മിനിറ്റ് ഓടിയിട്ട് വരുമെന്ന് വിചാരിച്ച് ഷൂവും സോക്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി 2 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ ഒരാൾ നിർത്തുകയല്ല, അങ്ങോളം പോകും. ഇത് പ്രൂവൺ സാധനം കേട്ടോ, സയൻറ്റിഫിക്കലി പ്രൂവൺ സാധനമാണ് 2 minutes റൂൾ എന്നുള്ളത്. എവിടെ നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ, ഈ 2 കാര്യങ്ങളുടെ കൂടെ അത് നമ്മളെ ലക്ഷ്യം കൂടെ ഒന്ന് ചെയ്താൽ എന്താണ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ടൈം മാനേജ്മെൻറ്റ് 9 മണിക്കൂർ പഠിക്കലും ബാക്കിയൊക്കെ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇന്നു മുതൽ ചെയ്യുക. നിങ്ങൾ ആ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ, അംബീഷ്യസ് ബട്ട് ലേസി എന്ന് പറയുന്നത് വളരെ വളരെ മോശം അവസ്ഥയാണ്. ആ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോരുതെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. സോ ഉണരൂ ഉപഭോക്താവെ, ഉണരൂ, പഠിച്ചു തുടങ്ങുക. 3 കാര്യങ്ങൾ: റൈറ്റ് ഇറ്റ് ഡൗൺ, ബ്രേക്ക് ദ ടാസ്ക് ഇൻ ടു സ്മോളർ ടാസ്ക് ആൻഡ് 2 minutes റൂൾ. വർക്ക് ചെയ്യും. ഇഷ്ടപ്പെട്ടിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടോ. കൂടുതൽ കമൻറ്റ്, കൂടുതൽ വ്യൂസ് കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ഇടാൻ ഒരു പ്രചോദനമായിരിക്കും. അപ്പം ബൈ.